ഇതുവരെ സോൾവ് ചെയ്ത് കഴിഞ്ഞില്ലേ? അതൊക്കെ ഞാൻ പഠിക്കണ സമയത്ത് തുടങ്ങി. സാറ് ബോർഡിൽ എഴുതി തീരുന്നതിന് മുമ്പേ ഞാൻ പ്രോബ്ലം മൊത്തം സോൾവ് ചെയ്തിരുന്നു. അത് നമുക്കും പറ്റും സാറേ. പിന്നെ സാറിന് ഒരു ഈഗോ അടിക്കണമെന്ന് നമ്മളാരും ചെയ്യാത്താണ്. നീ ഹോംവർക്ക് ചെയ്തോടാ. ഞാൻ മാത്രമല്ല സാറേ, ഇവരും ചെയ്തിട്ടില്ല. ഹോംവർക്ക് ചെയ്യാത്തവരൊക്കെ എഴുന്നേക്ക്. ഇനി ആരെങ്കിലും ഹോംവർക്ക് ചെയ്യാൻ ബാക്കിയുണ്ടോ? സാറേ. എന്താ പ്രിയ, ഹോംവർക്ക് ചെയ്തില്ലേ? എനിക്ക് ഭയങ്കര വയറുവേദന സാറേ. ടോയ്ലറ്റ് പോണോ? പ്രിയ. എന്താ സാറേ? ടേക്ക് കെയർ ട്ടോ. താങ്ക് യു സാർ. വെൽക്കം. ഹോംവർക്ക് ചെയ്യാത്ത ഒറ്റ കണ്ടുപോലും കേട്ടാ. താങ്ക് യു സാർ. അല്ല, അക്കുക്കനെ വെയിറ്റ് ചെയ്തിരിക്കണോ? ഏയ്, എനിക്ക് കമ്പ്യൂട്ടർ ലാബായിരുന്നു, അത് കഴിഞ്ഞു. അല്ല, നിനക്ക് ക്ലാസ് ഇല്ലേ? എനിക്ക് ആ തള്ളുശിബായിരുന്നു. ഹോംവർക്ക് ചെയ്യാത്തോണ്ട് ഞാൻ വയറുവേദന എന്ന് പറഞ്ഞ എസ്കേപ്പ് അടിച്ചു. അല്ലെങ്കിൽ ഈ വയറുവേദന കൊണ്ട് ആകെയുള്ള ഉപകാരം ഇതാ, എപ്പോ വേണമെങ്കിലും ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങാൻ പറ്റും. അത് ശരിയാ. സന പോയിക്കോ. ശരിയെന്നാ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. അങ്ങനൊന്നുമില്ല, അതൊക്കെ എനിക്ക് അറിയാം മോളെ. അപ്പൊ ഹോംവർക്ക് ചെയ്യാണ്ട് ക്ലാസ് കട്ട് ചെയ്ത് തന്നിരിക്കാനല്ലേ? ആണെങ്കി അപ്പൊ തന്നെ സാറിനോട് പറയും നിന്റെ എല്ലാ കള്ളക്കളിയും കൂടി. പറഞ്ഞോ. അപ്പൊ നീ കിസ് ചെയ്തതും എന്റെ പുറകെ നടന്നതും ഒക്കെ ഞാനും പറഞ്ഞു കൊടുക്കും പ്രിൻസിപ്പലിന്റെ അടുത്ത്. ഏയ്, അങ്ങനെ ചെയ്യരുത്. ഞാൻ എത്ര കാലം നിന്റെ പിന്നെ നടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് ഇഷ്ടമെന്ന് പറഞ്ഞൂടെ? ഇഷ്ടമാണെങ്കിലല്ലേ തുറന്നു പറയുള്ളൂ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എന്താ കാരണം? കാരണമൊന്നും എനിക്കറിയില്ല. ഒരാൾ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാണ്ടിരിക്കാനും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഇല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമാണെന്ന് അർത്ഥം. എനിക്ക് നിന്നെ ഇഷ്ടമൊന്നല്ല. ഇഷ്ടമല്ലെങ്കിൽ ഞാൻ തന്നെ കിസിങ് തിരിച്ചതാ. ഇഷ്ടമെങ്കിൽ തിരിച്ചു തരണം കേട്ടോ. അല്ലെങ്കിലേ നീ ക്ലാസ്സിലേക്ക് വാ, ഞാൻ അവിടെ തരാം. ക്ലാസ്സിന്നോ? ആ, നീ വാ. Had been overcast with clouds. The day was still cool and wearisome. As usual, on grey, dull days when the clouds hang low over the fields and it looks like rain, which never comes. Evenish. Evenish took a deep breath and lighted his pipe before beginning his story. But just okay, see for the next class. പ്രിയ, ഓക്കെ, അപ്പൊ നാളെ കാണാം. പോണോ? വേണ്ട റോഷ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നീ സീരിയസ് ആയിട്ട് തന്നെയല്ലേ? പറ്റിക്കോ? പോടോ, ഞാൻ നല്ല കട്ട സീരിയസാ. എന്നാ പോ. കണ്ണടയ്ക്ക്. എന്തിനാ? കണ്ണടക്കണം.
കണ്ണു നോക്കാൻ പറഞ്ഞു. ഞാൻ 2 കണ്ണിനും കിസ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. അയ്യോ എന്നാ ഒന്നും നടക്കാം. ഇനി വേണ്ട, ആ ഫ്ലോ അങ്ങ് പോയി. ഞാൻ പോവാ. റോഷ, ഐ ലവ് യു ലവ് യു ലവ് യു ലവ് യു. അപ്പോഴേ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓ രാവിലെ തന്നെ തുടങ്ങിയല്ലേ രണ്ടാളും. ഞാനിപ്പോ എത്തിയുള്ളൂ. എനിക്ക് പണ്ടേ അറിയായിരുന്നു നിനക്കേ ഇവനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ചുമ്മാ ഞങ്ങളുടെ ചെക്കൻ്റെ സമയം കളഞ്ഞു അല്ലേടാ. ഞാൻ പോവാ. നീ ഇതവിടെ പോവേ? എനിക്ക് റെക്കോർഡ് എടുക്കാൻ പോണം. പോലെ ഞാനുണ്ട്. ചെല്ലടാ ചെല്ല്. പ്രിയ. അവളുടെ പാവാട താങ്കി. എടാ ചുമ്മാ അവനെ കളിയാക്കാതെ, അവൻ പാവ. അതിനല്ലേ അവനും പറഞ്ഞേ പാവാടാന്ന്. മിസ്സേ ശിവസാറിന്റെ കാറ്റ് പോയ സെക്കൻഡ് അവർ ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും പറഞ്ഞേക്ക്. എന്നിട്ട് ഞാൻ ഇവന്മാർക്ക് കാണിച്ചു കൊടുക്കും ആരടാ കാറ്റാ പോയത്. ഹോ എന്നാലാ ഉന്മേഷ് മാഷ് ചെയ്ത് ചെയ്തേ മാഷിക്ക് ഇത് ചേരണ്ട സ്ഥിരാക്കിക്കോ. കഷ്ടണ്ട് കേട്ടോ, ആ പാവത്തിന്റെ പെടലിരിക്കുന്ന കണ്ടില്ലേ. മാഷിന്റെ പടലിൽ പോയതിലല്ലോ എനിക്ക് സങ്കടം. ശ്രീകൃഷ്ണനായി വന്നിട്ട് മിസ്സിനെ രക്ഷിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന് ഞാൻ നീല പെയിന്റൊക്കെ അടിച്ച് 2.5 മണിക്കൂർ നിന്നിട്ട് ഒരു ഡയലോഗ് പോലും കിട്ടില്ല. മാങ്ങാത്തൊലി അടിയും വാങ്ങി വന്നേക്കാണ് മണ്ടൻ. മാഷിനോട് ക്ഷമിക്കണം. ക്യാരക്ടറായി കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. ഈ അവസ്ഥയിൽ മാഷ് കുറച്ച് ലീവ് എടുക്കും. കുട്ടികളെ പ്രാർത്ഥന ഉണ്ടാവും, ഞാനും പ്രാർത്ഥിക്കാം. ക്ലാസ് പോവാ സമാധാനത്തിൽ വേറൊന്ന് ചത്താൽ ഈ സ്കൂൾ വിട്ട് പോകില്ല. പിന്നെ ഇന്നലെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാ പ്രാവശ്യം എനിക്ക് കണക്കിൽ വട്ടപൂജ ആയതുകൊണ്ട് കണക്ക് മാഷ കാണുമ്പം വെറുപ്പാ. അങ്ങനെ സംഭവിച്ചു ചെയ്താ എങ്ങനെയുണ്ട്? ഗതയത് നന്നായി. വാളാണ് ഞാൻ കുടുങ്ങി പോകുന്നില്ലേ. കലിപ്പിലാണല്ലോ. എനിക്ക് ആരോടും കലിപ്പൊന്നുമില്ല. എന്നാ പിന്നെ എന്തെങ്കിലും പറ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയോ? പോടാ പട്ടി.